ഒരു യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായി നടന്ന ചടങ്ങ് ഫ്രാൻസിസ് പാപ്പയോടുള്ള ഒരു കുട്ടിയുടെ സംശയത്തിൽ നിന്നാണ് വേൾഡ് ചിൽഡ്രൻസ് ഡേയുടെ തുടക്കം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിച്ച് ഇന്ന് ലോകമെമ്പാടും വേൾഡ് ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുകയാണ്. അതിനോട് ഭാഗമായി KRLCBC കമ്മീഷൻ ചെയർമാൻ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് കൊച്ചി രൂപതയിൽ ഞങ്ങൾ ചിൽഡ്രൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. കൊച്ചി രൂപതയുടെ ചിൽഡ്രൻസ് കമ്മീഷന് നേതൃത്വം നൽകുന്നത് ഫാദർ അരുൺ മാത്യു കൈപ്പറമ്പിലാണ്. ഇന്നത്തെ പരിപാടിയുടെ പേര് Chill and Run, and that is Chill with Christ and Run for Christ. ഏറ്റവും ലളിതമായ രീതിയിൽ യേശു അനുഭവം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ മെയിൻ ലക്ഷ്യം. ഇന്ന് അതിനോടനുബന്ധിച്ച് ഒരുപാട് വിസ്മയ കാഴ്ചകൾ നമ്മൾ കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കൊച്ചി രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 400ഓളം കുട്ടികളാണ് ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. രാവിലെ 7:00 കൂടെ തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളുടെ കൂടെ കുറച്ച് കുട്ടികൾ ഇവിടെ ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ, പേരെന്താണ്? എന്താണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പരിപാടിക്ക് പങ്കെടുക്കാൻ എക്സൈറ്റഡ് ആണോ? എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്? എന്തൊക്കെയാണ്? ബാൻഡാണ് മെയിൻ എക്സ്പെക്ടേഷൻ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഭയങ്കര സന്തോഷം. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളിന് മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? എൻജോയ്മെന്റ് ആയിരിക്കാം വിചാരിക്കുന്നു. എക്സൈറ്റഡ് ആണോ? രജിസ്ട്രേഷൻ ആൻഡ് റിസപ്ഷൻ ടീം നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. നമുക്ക് അവരോടും കൂടെ ചോദിക്കാം. എത്ര പേര് രജിസ്റ്റർ ചെയ്ത് ടോട്ടൽ? രാവിലെ 7:00 തൊട്ട് ഞങ്ങൾ രജിസ്ട്രേഷൻ ആരംഭിച്ചു. പക്ഷെ ഒരു 400ഓളം കുട്ടികൾ ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞു. കുട്ടികൾ അതനുസരിച്ച് ഞങ്ങൾ ഓരോ 8 ഹൗസായിട്ട് ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. ഓരോ ഹൗസിനും ഒരു ഏഞ്ചൽസ് നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഓരോ ഏഞ്ചൽസിനും ഓരോ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ കളർ അനുസരിച്ച് ഞങ്ങളവിടെ ഒരു കളർ ഹൗസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ക്യാപ്പും ഇതേപോലെ ഒരു കിറ്റും കൊടുക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് കളറിന് ഡിഫറെൻറ്റ് ക്യാപ്പ്, ഓരോ കളർ ഗ്രീൻ, യെല്ലോ, അങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് 8 കളർ. അതനുസരിച്ച് കുട്ടികളെ ആ ക്യാപ്പ് ധരിപ്പിച്ച് കുട്ടികളെ കൊണ്ടുവന്ന് ആ കുട്ടികളെ ഹാളിലേക്ക് അറേഞ്ച് ചെയ്യാൻ വേറെ ടീമുണ്ട്. അവിടെ വീണ്ടും ചൈൽഡ് കെയർ ടീമുണ്ട്. അവർ ഓരോ ഗ്രൂപ്പുകളായിട്ട് നിർത്തും. പിന്നീട് ഗെയിംസ് ഉണ്ടാവും, പിന്നെ ഓരോ ഫൺ ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതുപോലെ മ്യൂസിക് ടീമിന്റെ പെർഫോമൻസ് ഉണ്ടാവും. അങ്ങനെ ഇന്നൊരു അടിപൊളി ദിവസമായിരിക്കും. വന്നതിന് ഹാപ്പി ആയിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ. കൊച്ചി രൂപതയുടെ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ ചിൽ ആൻഡ് റൺ ഇന്ന് ഇവിടെ ഇടക്കൊച്ചി ആൽഫ പാസ് സെന്ററിൽ വെച്ചാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ കുട്ടികൾ ചെലവഴിക്കാൻ പോകുന്നത് ഈ ഒരു ഹാളിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. കണ്ടാലും എത്ര വലിയ കരുണയെന്നിൽ ചൊരിഞ്ഞ് ചങ്കു പിഴിഞ്ഞെടുത്തൻ കരകൾ കഴുകി നന്നായി. കണ്ടാലും എത്ര വലിയ കരുണയെന്നിൽ ചൊരിഞ്ഞ് ചങ്കു പിഴിഞ്ഞെടുത്തൻ കരകൾ കഴുകി നന്നായി. ആളൊഴിഞ്ഞ വിടുപോലിരുന്നെന്റെ ആയുസിനെ രാജകോലാഹലം കൊണ്ടു നിറച്ചു ജീവിപ്പിച്ച് ആനന്ദത്തോടെയാണ്
കേരളത്തിൽ ആദ്യമായിട്ടാണ് കൊച്ചി രൂപത ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ രൂപത അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് അച്ഛൻ എന്താണ് നമ്മളോട് പറയാനുള്ളത്? നേരത്തെയും കൊച്ചി രൂപതയിൽ കുട്ടികളുടെ സംഗമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ചിൽഡ്രൻസ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകമായിട്ട് മാർപ്പാപ്പ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ദിവസം വേണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് കൊച്ചി രൂപതയിൽ ഇങ്ങനൊരു സംഗമം നടത്താനായിട്ട് സാധിക്കുന്നു. കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ചിൽഡ്രൻസ് കമ്മീഷൻ ശിശുദിനം ആഘോഷിക്കാനായിട്ട് അതിന് ആരംഭം കുറിക്കുകയാണ്. നമ്മുടെ രൂപതയിലാണ് അതിന് തുടക്കമിടുന്നത്. ലോകത്തിൻ്റെ ഭാവിയാണ്. നിങ്ങളാണ് വളർന്ന് വലുതാകുന്നത്. ഇന്ന് ഏറ്റവും കുറവ് ലോകത്തിൽ ഉള്ളതും ശിശുക്കളാണ്. ജപ്പാനിൽ കുട്ടികളൊട്ടുമില്ല. മറ്റ് പല രാജ്യങ്ങളിലും കുട്ടികളില്ല. കുട്ടികളില്ലാതെ വരുമ്പോൾ പ്രായാധിക്യമുള്ളവർ ജോലി ചെയ്ത് സംരക്ഷിക്കാനായിട്ട് യുവജനങ്ങളില്ലാതെ വരും. അങ്ങനെ പല അപകടങ്ങളുണ്ട്. ഭാഗ്യവശാൽ നമ്മുടെ ഭാരതത്തിൽ കുട്ടികളുടെ ക്ഷാമം ഒന്നുമില്ല, യുവാക്കളുടെ ക്ഷാമമില്ല. പകുതിയോളം പേര് ഏതാണ്ട് ആ യുവജന പ്രായത്തിലാണുള്ളത്. നിങ്ങൾ ഒരപകടം പിടിച്ച പ്രായമാണ്, ഓർക്കണം. നമുക്ക് ചീത്തയാകാനായിട്ട് ധാരാളം ചാൻസ് ഉണ്ട്. നമ്മളെ ദുരുപയോഗിക്കാനും അപകടപ്പെടുത്താനുമായിട്ടൊക്കെ ഉള്ള വളരെയധികം ചാൻസ് ഇപ്പോൾ ഈ ഉണ്ട്. നമുക്ക് വിശ്വാസമാണ് ഏറ്റവും വലുത്. ആ വിശ്വാസം നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയാം. നിങ്ങൾ വളർന്നു വരണം, ആയുസ്സും വേണം. മനസ്സിലായോ? അല്ലാതെ വെട്ടി കുത്തി നീ എന്നെ കെട്ടിയില്ലെങ്കിൽ നിന്നെ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞിട്ട് കുത്തിമറിച്ചിട്ട് ഓടി രക്ഷപ്പെടുക. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നത്, ടി വിയിൽ കാണുന്നത്. നിങ്ങൾ അതൊന്നും ഓർക്കാതെയാണ് ഒരാളിങ്ങനെ കൈ കാണിച്ചാൽ ഉടനെ ഇറങ്ങിപ്പോവുക. മാതാപിതാക്കന്മാർ പറയുന്നതിനേക്കാൾ വേറെ വല്ലവരുമൊക്കെ പറയുന്നത് പ്രമാണമാവുക. എന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ തല്ലിപ്പിരിഞ്ഞു പോവുക. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും ഉണ്ടാകാതെ ശരിയായ ആ നല്ല ബോധ്യങ്ങളിൽ, നല്ല വിശ്വാസത്തിൽ വളർന്നു വരാനായിട്ടുള്ള പരിശീലനത്തിനാണ് ഈ ശിശു സംരംഭങ്ങളെല്ലാം ശ്രമിക്കുന്നത്. നന്നായിട്ട് വരട്ടെ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മളോട് പിതാവ് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുമക്കളെയൊക്കെ വഴിതെറ്റിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ തെറ്റായ രീതിയിൽ തിന്മയിലേക്ക് പോകാതെ നന്മയിലൂടെ മാത്രം ചരിക്കാനായിട്ട് പിതാവ് നൽകിയ സന്ദേശം നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി കൈകളടിച്ചുകൊണ്ട് പിതാവിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഒരു സ്കിറ്റ്, വെൽക്കം സ്കിറ്റ് കാണാൻ വേണ്ടി പോവുകയാണ് ഈ സമയം.
எனக்கு தந்து என்ன மேன்மைப்படுத்துனீங்க. கழிப்பின் சத்தமும் மகிழ்ச்சியின் சத்தமும் திரும்ப கேட்க பண்ணீங்க. துதியும் பாடலும் நாவல வச்சு என்ன மகிழ செஞ்சீங்க. உயரத்தில் ஏற்றி வச்சீங்க, என்ன ஓஹோன்னு வாழ வச்சீங்க. உயரத்தில் ஏற்றி வச்சீங்க, என்ன ஓஹோன்னு வாழ வச்சீங்க. என்ன ஓஹோன்னு வாழ வச்சீங்க. உயரத்தில் ஏற்றி வச்சீங்க, என்ன ஓஹோன்னு வாழ வச்சீங்க. கிடந்த நிலங்களை எல்லாம் செழிப்பாய் மாத்திட்டீங்க. நீங்க பாழா கிடந்த நிலங்களை எல்லாம் எதனா மாத்திட்டீங்க. இடிஞ்சு கிடந்த இடங்களை கட்டி திரும்ப வாழ வச்சீங்க. உடைந்து போன இடங்களை கட்டி திரும்ப வாழ வச்சீங்க. உயரத்தில் ஏற்றி வச்சீங்க, என்ன ஓஹோன்னு 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 வாழ வச்சீங்க. യുവദാസേ, നീ എന്താ ഇവിടെ നിൽക്കണേ? എല്ലാരും അവിടെയല്ലേ ഒരുമിച്ച് നിൽക്കണത്? ഗുരു, ഞാൻ വെറുതെ നിന്നതാ. നീ ഇവിടെ വന്നിരിക്കും. ഇനി എന്തായാലും കുറച്ച് സമയം നിന്റെ ഒപ്പം ഇരിക്കാൻ കഴിയും. ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുകയായിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് നീ അടക്കം 12 പേരെ ഞാൻ കൂടെ കൂട്ടി. ഈ 12 പേരിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചത് നിന്നെയാണ് യുവദാസേ. പക്ഷേ എൻ്റെ സ്നേഹം നീ കണ്ടില്ല. എൻ്റെ സ്നേഹം തിരിച്ചറിയാൻ നീ ശ്രമിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ യുവദാസേ, ഈ പണസഞ്ചി നിന്റെ അരയിലുണ്ടാകില്ലായിരുന്നു. നിന്റെ ഗുരുവായ എന്നെ വിറ്റ് നേടിയ 30 വെള്ളി നാണയങ്ങൾ അല്ലേ? സർവ്വതും സൃഷ്ടിച്ച ദൈവത്തെ മറന്ന് നീ നേടിയതെല്ലാം പാഴായിപ്പോയി എന്ന് തോന്നുമ്പോൾ ഇതുപോലെ എൻ്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കരുത്. ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് എന്നിലേക്ക് നീ വരണം. കാരണം ഒന്നും അവസാനിച്ചിട്ടില്ല. ഒന്നും നീ അവസാനിപ്പിക്കരുത്. യുവദാസേ, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ എനിക്ക് സമയമായി. നിങ്ങളെയൊക്കെ വിട്ടുപോകുന്നതിലും
അതിയായ സങ്കടമുണ്ട്. പക്ഷേ പിതാവിൻ്റെ ഇഷ്ടം പോലെ എല്ലാം പൂർത്തീകരിക്കണ്ടേ? യുദാസേ, മറക്കണ്ട, ഒന്നും അവസാനിച്ചിട്ടില്ല. നാളെ കാൽവരിയിൽ നിന്നെ ഞാൻ കാത്തിരിപ്പുണ്ടാവും. ജോൺ, യൂദാസ്, നമ്മുടെ യൂദാസ് പോയി. അവൻ എന്തിനാണ് ഈ കയറിൽ ജീവിതം അവസാനിപ്പിച്ചത്? യഹൂദ പ്രമാണിമാർക്ക് കുരുവിനെ ഒറ്റിക്കൊടുത്തത് യൂദാസ് എന്നാണ് എല്ലാരും പറയുന്നത്. അവൻ അങ്ങനെ ചെയ്യാൻ കഴിയൂ? യേശുവിനെ മനസ്സിലാക്കിയ ആർക്കെങ്കിലും അവനെ ഒറ്റാൻ കഴിയൂ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇന്നത്തെ കാൽവരിയിലെ കുരിശുമരണം നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരമാണ്. മരണത്തിലൂടെ പാതാളത്തിലേക്കുള്ള അവന്റെ യാത്ര നമുക്ക് വേണ്ടിയാണ്. അന്ത്രയോസേ, ഗുരുവിന്റെ വാക്കുകൾ നീ ഓർക്കുന്നില്ലേ? മരണശേഷം 3-ാം നാൾ അവന്റെ ഉയർപ്പിനെ പറ്റി പറഞ്ഞത്. നമ്മുടെയൊക്കെ നവജീവന്റെ പ്രതീക്ഷയും പ്രത്യാശയും പ്രകാശവുമായി അവൻ നിലകൊള്ളുമെന്ന് പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? ഓർക്കുന്നു മാത്യു, ഞാൻ ഓർക്കുന്നു. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. പക്ഷേ പറ്റിപ്പോയ തെറ്റുകളെ മനസ്സിലാക്കി ക്രിസ്തുവിലേക്ക് തിരിയാൻ നമുക്കൊക്കെ പറ്റണം. അല്ലാത്ത പക്ഷം യൂദാസിന്റെ മരണം നമുക്കൊരു ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ. നീ പറഞ്ഞത് ശരിയാണ് മാത്യു. ജോൺ, വാ വാ, സമയം ഒട്ടുമില്ല, വാ. ജോൺ, നമുക്ക് പോവാം. നിഴലിൽ ഞാൻ മറഞ്ഞു, സ്നേഹമറിയാതെ അലഞ്ഞു. ഇന്നറിവിൻ നിഴലിൽ ഞാൻ
നമ്മുടെ ഇന്നത്തെ ചിൽഡ്രൻ റണ്ണിൻ്റെ മെയിൻ കോർഡിനേറ്റേഴ്സിൽ ഒരാളായ സിസ്റ്റർ ഫ്രീഡ നമ്മളോടൊപ്പം ഉണ്ട്. അരുണച്ചൻ്റെ കൂടെ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ. നമുക്ക് സിസ്റ്ററിനോട് ചോദിച്ചറിയാം എന്തൊക്കെയാണ് വിശേഷങ്ങളുള്ളത്. ഹായ് സിസ്റ്റർ. ഹലോ. എവിടെയാണ് കോൺവെൻറ്റ് ചെയ്താണ്? ഡോളേഴ്സ് കോൺവെന്റ് ആണ്, പെരുമ്പടപ്പ് കുമ്പളങ്ങി വഴിയിലാണ് ഞങ്ങളുടെ കോൺവെന്റ്. ഓക്കെ, ചിൽഡ്രൻ റണ്ണിലേക്ക് എങ്ങനെയാണ് സിസ്റ്റർ വന്നത്? അച്ഛനുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അച്ഛൻ കുറച്ച് കൂടെ നിൽക്കാമോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ ഒപ്പം നിന്ന് മിങ്കിൾ ചെയ്ത് അവർക്കൊപ്പം നിൽക്കാൻ പറ്റിയ ഒരാളെ വേണം, നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ടീമിൽ വന്നതാണ്. കുറേ കാര്യങ്ങളുണ്ടായി ചെയ്യാനായിട്ട്, ഓടി പാടി ചാടി നടന്ന്. എന്താണെന്ന് പ്ലാനെന്ന് അവർക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും. ഈ റിട്രീറ്റിനാണ് അമ്മേനെ പറഞ്ഞു വിടണേന്ന് പറഞ്ഞ് ചിലപ്പോൾ വിചാരിച്ചിട്ട് വന്ന പിള്ളേരുണ്ടാവാം. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ മിക്കവാറും അവർ ചില്ലടിച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഒരിക്കലും നടക്കാത്ത സംഭവമാണ്. ഒരു ദിവസം അവർക്ക് വേണ്ടി സെലിബ്രേറ്റ്, അവർ എന്ത് ചെയ്യാന്ന് പറയാം. ഫുഡ് കഴിക്കാൻ എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞു. ഉള്ളിലിരിക്കണം, ഉള്ളിലിരുന്നു, പുറത്തു പോകണം, പുറത്തു പോകാം. അങ്ങനെ അതിനാണ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിള്ളേരായിട്ട് തന്നെ വിടുക, അവരെ ഫ്രീ ആയിട്ട് വിടുക അല്ലേ? ഫ്രീ ബേർഡ്സ് ആയിരുന്നു ഇവിടെ. ഇപ്പോൾ മെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്കൊരു ടീമുണ്ട്. ഓരോ ടീം അവരുടെ ക്യാപ്പ് ഉണ്ടായിരുന്നു. ക്യാപ്പിന് ഓരോ കളേഴ്സുണ്ട്. ആ കളേഴ്സ് എന്ന് പറയുന്നത് ഓരോ മാലാഖമാരാണ്. മാലാഖമാരുടെ ഒരു ടീമായിട്ടാണ് അവരെ അവിടെ ഇരുത്തിയേക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ കെയർ അവർക്ക്. ഓരോ മാലാഖയുടെയും ബ്ലെസ്സിങ് അവർക്ക് കിട്ടട്ടെ. ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ്റെ ടൈമിൽ പോലും ഇപ്പോൾ നമ്മൾ ടീംസ് ആക്കിയപ്പോൾ ഇവരുടെ ടീം താഴത്ത് അവരുടെ പേര് എഴുതുമ്പോൾ പോലും നമ്മൾ ഓർക്കണേണ്. ശരിയാണല്ലേ, മാലാഖയുടെ സംരക്ഷണത്തിനോട് ഈ കൊച്ചിനെ നമ്മൾ അങ്ങനെ എഴുതി ഉറപ്പിച്ച് കൊടുക്കണേ. ഇന്നല്ല, ഇനി അവരുടെ ലൈഫ് ലോങ് മാലാഖ കൂടെ ഉണ്ടാവും അവരെ സംരക്ഷിക്കാൻ. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞേ. ഡാൻസ് ആണോ ഇഷ്ടപ്പെട്ടത്? നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം എന്തായിരുന്നു ഇവിടെ? ബിരിയാണിയോ? ഡാൻസ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? അച്ഛനൊക്കെ ആയിട്ട് ഡാൻസ് കളിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി വരൂ, ഇങ്ങനത്തെ ഒരു പരിപാടി വെച്ചാൽ വരൂ? ഉറപ്പായിട്ടും വരും. വരും. താങ്ക് യു, ബൈ.